നമുക്ക് ഇപ്പം നീയാണെങ്കിൽ നിൻ്റെ അനിയൻ്റെ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല, നിൻ്റെ ജാമ്യം ഞങ്ങൾ പെട്ടെന്നാക്കി തരാം, നീ ഒരു 14 ദിവസം കിടക്കത്തുള്ളൂ എന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചത്. നീ കേസ് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് എന്തായാലും ഇന്നൊരു പ്രതിയെ ഇവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇങ്ങനെ കുട്ടികളുണ്ടാകത്തില്ലെന്ന് തന്നെ ഉണ്ടാകത്തുള്ളൂ. ആദത്തിൽ അവിടെ അങ്ങോട്ടുള്ള ഒരു നരമ്പുണ്ട്, ആ നരമ്പിന് പ്രശ്നം വന്നിട്ടുണ്ട്. അത് കാരണം ഇനിയിപ്പം പ്രത്യുൽപാദന ശേഷിയൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. ഞങ്ങൾക്ക് എന്തായാലും ഇന്നൊരു പ്രതിയെ ഇവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ. സ്വന്തം അനിയനാണ്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എടാ നിന്നെ ഞാൻ ഇന്നും ചെയ്യത്തില്ല, നിന്നെ ഈ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ മേടിച്ചു തരാം, നിന്നെ ഞങ്ങൾ ഇന്നും ചെയ്യത്തില്ല. നമുക്ക് ഇപ്പം നീയാണെങ്കിൽ നിൻ്റെ അനിയൻ്റെ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല, നിൻ്റെ ജാമ്യം ഞങ്ങൾ പെട്ടെന്നാക്കി തരാം, നീ ഒരു 14 ദിവസം കിടക്കത്തുള്ളൂ എന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചത്. നീ കേസ് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് എന്തായാലും ഇന്നൊരു പ്രതിയെ ഇവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. എടാ നിന്നെ എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു അവർ. ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് വേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ മാന്യമായിട്ട് സംസാരിക്കുന്ന അപ്പോഴാണ്. എന്നിട്ട് ഞാൻ ഇവിടുത്തെ അങ്ങോട്ട് ചോദിച്ചു, സാറേ എന്നെ പിടിച്ചുകൊണ്ട് വേണ്ട ആവശ്യം എന്തോ. എടാ നിൻ്റെ തന്ത വേണമെങ്കിൽ എനിക്ക് എന്നെ പിടിച്ചുകൊണ്ട് പോകാനും, നിൻ്റെ തന്ത 2 ദിവസം കൊണ്ട് ഞങ്ങൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ അയാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അന്ന് പിടിക്കണമെങ്കിൽ അന്ന് പിടിക്കാമെന്ന് പറഞ്ഞു. ആ സാറിനെ എനിക്ക് കണ്ടാലേ അറിയത്തുള്ളൂ, പേര് അത്ര വ്യക്തമല്ല. പക്ഷെ എൻ്റെ അടുത്ത സൈഡിൽ നിന്നതാ സാറാ. ആ സാറ് 2 ആഴ്ചത്തോളം 2 ആഴ്ചത്തോളം ഹോളിക്രോസ് അടൂർ ഹോളിക്രോസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ആശുപത്രിയാണ്. അവിടെ കിടന്നു 2 ആഴ്ച ആശുപത്രിയിലായിരുന്നു. കാരണം എനിക്ക് അപ്പത്തേനും അവിടെ നീരടിക്കും, പിന്നെ മൂത്രം ഇങ്ങനെ ഇറ്റിറ്റാണ് വീഴുന്നത്. മൂത്രം ഒഴിക്കണമെന്നുണ്ട്, പക്ഷെ അത് പോകുന്നില്ല, വേദനയുണ്ട്. ആ താഴെ നീര് വെച്ചു. താഴെ ഒരു ബോൾസിനകത്ത് അങ്ങ് ആ ബോൾസിന്റെ ഭാഗം മാത്രം താഴോട്ട് അങ്ങ് ഞാൻ എന്നിട്ട് അവിടെ അങ്ങ് വീർത്ത് കെട്ടി. സർജറി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഇപ്പം അവർ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവർ ഈ പിടിച്ചതിൻ്റെ ആദത്തിലേ അവിടെ അങ്ങോട്ടുള്ള ഒരു നരമ്പുണ്ട്, ആ നരമ്പിന് പ്രശ്നം വന്നിട്ടുണ്ട്. അത് കാരണം ഇനിയിപ്പം പ്രത്യുൽപാദന ശേഷിയൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. അതിനാണ് സർജറി പറഞ്ഞത്. അവർ ഒരു ന്യൂറോയിൽ കാണിക്കണം. അത് ഇങ്ങനെയുള്ള ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞു, ഈ ലൈഫ് ലൈൻ പോലുള്ള അങ്ങനെയുള്ള ആശുപത്രി ഉണ്ട്. അവിടെ പോയി കാണിച്ച് ഒരു ചെറിയൊരു ഓപ്പറേഷൻ കാണുമെന്ന് പറഞ്ഞു എന്തുവായാലും. പിന്നെ അഭിജിത്തിന് ഭാഗ്യം ഉണ്ടെങ്കിൽ മരുന്നിൽ ശരിയാവും, അതല്ലെങ്കിൽ നമുക്കൊന്നും പറയാം, ഒരു ഓപ്പറേഷൻ കാണും. ആ ഓപ്പറേഷൻ ചെയ്താൽ അതിൽ ചെയ്യേണ്ടത്. പിന്നെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങനെ കുട്ടികളുണ്ടാകത്തില്ലെന്ന് തന്നെ ഉണ്ടാകും പറഞ്ഞത്. കുട്ടികളൊന്നും ഉണ്ടാകത്തില്ല. കാരണം എന്നിട്ട് ആ സർജൻ തന്നെ പറഞ്ഞു കേസായിട്ട് തന്നെ പോകണം, ഇനിയിപ്പോൾ ഏത് കോടതി വിളിച്ചാലും. എൻ്റെ പുള്ളി അന്ന് എൻ്റെ നമ്പറൊക്കെ എൻ്റെ തന്നു. അനിയന്റെ പേരിൽ നേരത്തെ കേസ് ഉണ്ടായിരുന്നു? ഇല്ല. എൻ്റെ അനിയൻ്റെ ആദ്യത്തെ കേസാണ് ഈ പോസ്റ്റ്. അതെന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? കേസുള്ളതാണ്? അതെ. അവൻ ആ ഒരു പെങ്കൊച്ചായിട്ട് പ്രണയത്തിലായിരുന്നു. പ്രണയത്തിനിടയിൽ അവന് പറ്റിപ്പോയ തെറ്റാണ്. കൊച്ച് പ്രഗ്നൻ്റ് ആവും, പിന്നെ അങ്ങനെ ആ കേസായിട്ട് പോകും. ഇവർ എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുന്നത് മൊത്തം ഇങ്ങനെയാണ്, കൊച്ച് ബ്ലീഡിങ്. എൻ്റെ അടുത്തും പറയുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് എൻ്റെ കൂട്ടാൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് പറയുന്നതല്ല ഇങ്ങനെ ബ്ലീഡിങ് ആയി കൊച്ച് മരിക്കാൻ കിടക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിട്ട് ഇവന് മൊഴി കൊടുത്ത അവിടുത്തെ ലേഡി പോലീസുകാരാണല്ലോ അവിടെ മൊഴിയെടുക്കാൻ പോകുന്നത്. ആ പോലീസ് ചേച്ചി പറഞ്ഞത് എന്താ പറയുക, ആ കൊച്ച് അങ്ങനെ ഒരു അവസ്ഥയിലല്ല, ഇവർ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കിയത്. കാരണം ഒരു പെങ്കൊച്ചിനെ കൊണ്ടി ഇവർ പറഞ്ഞുണ്ടാക്കിയ ഈ രീതിയിൽ തന്നെ. കാരണം ഇവരെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. എൻ്റെ അമ്മയെ പറ്റി തന്നെ ഞാൻ ഒരു മോൻ കേൾക്കാൻ പറ്റത്തില്ല. അത് എനിക്ക് പറയാനും ഭയങ്കര, എനിക്കറിയാം കാര്യങ്ങളെല്ലാം എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റത്തില്ല. 4 പോലീസുകാർ. കാരണം ഇതിനകത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ അവിടെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് എന്നെ നേരെ കൊണ്ടുവന്നു. ആ ചേട്ടൻ വീട്ടിൽ സാറിന് ആലോചിക്കണം, വഴി മോശമായതിനെ എന്നെ അടിച്ചു, വഴി ഒന്ന് തെറ്റിയതിനെ എന്നെ അടിച്ചു, വീട്ടിൽ പട്ടിയുള്ളതിന് അതിനെന്നെ അടിച്ചു. എനിക്കറിയത്തില്ല അവർക്ക് എന്തെങ്കിലും. എന്നെ അവർക്ക് അന്നേരം അറിയത്തില്ല ഈ വണ്ടിക്കകത്ത് ഞാനുണ്ടെന്ന്. അവരെ വീട്ടിൽ നിന്ന് വിലവട്ട് അവരെയും പിടിച്ചിറക്കൊണ്ട് വരിക. നമുക്ക് റെസ്റ്റ് കിട്ടുന്ന എപ്പോഴാണ് അറിയോ? ഇവർ മദ്യപിക്കാൻ വേണ്ടി വെള്ളം മേടിക്കാൻ പോലും അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് റെസ്റ്റ് കിട്ടുന്നത്. മദ്യപേനോ അതുകൊണ്ട് ഇപ്പം എൻ്റെ അനിയൻ്റെ കാര്യം തന്നെ അവന് തെറ്റ് ചെയ്തിട്ടുണ്ട്, കാര്യം ചെയ്യുകയാണ്. എന്നാൽ പോലും സാറേ ഇപ്പം ഒരു കോടതിയിൽ ചെന്നാൽ അവർ ചോദിക്കും, ഇപ്പം നമ്മളത്തെ എന്തുമല്ലേ ഇതിന് ഏത് കേസ് ചെന്നാലും അവർ ചോദിക്കും നിങ്ങളെ പോലീസ് ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും. എൻ്റെ അനിയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയും. അവൻ ജാമ്യത്തിലിറങ്ങിയിട്ടാണ് നമ്മളിതൊക്കെ അറിയുന്നത്. അവൻ്റെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിന്നെ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് അവനിപ്പോൾ ഒരു ചെവിയൊന്നും കേൾക്കത്തില്ല, ഇറങ്ങി വെക്കണം. എന്നെ ചെയ്തതിൻ്റെ അപ്പുറം അവനെ ചെയ്ത് കൂട്ടി. അവൻ്റെ ചെവിയൊക്കെ അവർ തല്ലി പൊട്ടിച്ച് ഇങ്ങനെ കൈ പൊത്തി അടിച്ചതാണ്. 2ാം തടിക്ക് അവൻ്റെ ചെവിയും ചോര വരുമായിരുന്നു. അവൻ്റെ ഒരു ചെവി ഇപ്പം ഇറങ്ങി വെക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ അവർ ശരിക്കും പറഞ്ഞാൽ എന്തോ ഇവർ ചെയ്താൽ അറിയത്തില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് എന്ത് പറയും, ഇവർ റിമാൻഡിൽ പോയപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് സാർ പോലും ഒന്നും ഇവനെ ചെയ്തില്ല. കാരണം ഇവനെ കണ്ടപ്പോൾ തന്നെ അവർക്കങ്ങ് വല്ലാതായി.
അവർ ചോദിച്ചാൽ എന്ത് മോനെ എൻ്റെ കേസ് ചോദിച്ചാൽ അവരങ്ങനെ തന്നെ വിളിച്ചു ചോദിക്കും. അനിയൻ റിമാൻഡ് ആയി പിന്നെ എന്തിനാണ് താങ്കളെ പിന്നെ പോലീസ്? അല്ലല്ല, അന്ന് വൈകിട്ടാണ് എൻ്റെ അനിയനെ പിടിക്കുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ അനിയൻ്റെ കൂട്ടുകാരുണ്ട് ജിബിൻ എന്ന് പറയുന്നത്. അപ്പം ഇവരെല്ലാം എൻ്റെ ചേട്ടന് വീട്ടിൽ പോയിട്ട് അവിടുന്ന് കിട്ടിയില്ലെന്നൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ജിബിൻ്റെ ഫോട്ടോ പിന്നീട് അവർ കാണിക്കുന്നത്. ഈ ഫോട്ടോ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ജിബിൻ എന്ന് പറയുന്ന ആരാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവൻ്റെ കൂടെ പഠിച്ചതാണ്, ഇവരെല്ലാം ഒരുമിച്ച് പഠിച്ചവരാ. ഈ പറഞ്ഞ ഇവൻ്റെ ആദർശം എന്ന് പറഞ്ഞ കൂട്ടാൻ്റെ വീട്ടിലായിരുന്നു ഇവനുള്ളത്. അപ്പോൾ അവനും ഇവരെല്ലാം ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പം ഈ ജിബിൻ്റെ അടുത്ത് ഇതേപോലെ ജിബിനെ പിടിച്ചത് ജിബിനെ അടിച്ചപ്പോൾ എനിക്ക് പിന്നെ റെസ്റ്റായിരുന്നു. പിന്നെ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഒരുപാട് അടിച്ചു. അവനെ അടിച്ചപ്പോൾ അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു. അവനറിയായിരുന്നു ഇവൻ എവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു പോനെ, എന്നെ അത്രയ്ക്ക് ഉപദ്രവിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു പോനെ. പക്ഷേ അവനെ അടിച്ച് അവൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ അവിടെ ചെന്നിട്ട് ഇവർ പിന്നീട് പറയുന്നത് വെച്ചാൽ എന്തു അറിയോ, ഇവർ എനിക്ക് വിഷമം വന്ന ഇതൊന്നുമല്ല, ഇവർ ഇങ്ങനെ വണ്ടി ഇരുന്ന് ഇങ്ങനെ സാറേ പറയുന്നത്. എൻ്റെ അടുത്ത് പറയാ എന്തോ ഈ കുറവന്മാർക്ക് അല്ലെങ്കിൽ ഉള്ളതാ അതെനിക്ക് അറിയാം, പക്ഷെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവരങ്ങനെയല്ല എന്നെ വിളിച്ചിട്ട് അത് എൻ്റെ ഇപ്പോഴത്തെ തന്നെ സാറാ എന്ന് പറയുന്നത്. എൻ്റെ അനിയനെ പിടിച്ച് പറയാം നീ അവനെ അടിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയാം, നീ അവനെ അടിക്കണമെന്ന്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ എന്തിനാ അടിക്കുന്നത്? അല്ല ഇവരെ ഫോൺ ചെയ്തിട്ടേ ആദ്യം ജിബിനെയും ഇവരെയും കൊണ്ടാണ് അവൻ്റെ ആദർശം എന്ന് പറഞ്ഞ വീട്ടിലോട്ട് നടന്നു പോകുന്നത്. വണ്ടി അവർ മാറ്റിയിട്ടേക്കുന്നത് കാറിനകത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ആ കാറിനകത്ത് ഇരിക്കുക. അപ്പോൾ മറ്റേ സാറ് എൻ്റെ തോളത്ത് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സാറ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എടാ, അപ്പോൾ അവർ ആ സാറിനെ വിളിച്ച് ആ സാറെ മറ്റവനെ കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അവിടെ വെച്ചും അടിച്ചിട്ട് ഇവനിങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരാൻ നേരത്തെ അവനെ അടിക്കുന്നത്. അനിയെ അടിച്ചിട്ട് പറഞ്ഞു സാറേ അവനെ കിട്ടി അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവർ പിന്നെ പറഞ്ഞ് ഇതേപോലെ നമ്മൾ അടുത്ത് വന്നപ്പോഴേ എന്നെ പിടിച്ച് കഴിഞ്ഞിട്ട് അവർ പറയോ ആ കാറിൽ നിന്ന് എൻ്റെ ഇപ്പുറത്ത് ഇടത് സൈഡിൽ നിന്ന് സാറാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. ഫൈസൽ എന്ന് പറഞ്ഞ സാറാണ് ഇവനെ പിടിക്കാൻ വേണ്ടി പോയത്. അന്നേരം ആ സാറ് പറഞ്ഞു ഇപ്പം എടാ നിൻ്റെ അനിയനെ കിട്ടി, അവനെ ഇപ്പം കൊണ്ടുവരുമ്പം നിനക്ക് എത്ര വേണേലും അവനെ അടിക്കാം, നീ അവനെ അടിച്ച് കൊന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ നിൻ്റെ പേര് ഇതിനകത്ത് വെക്കത്തില്ല, നീ എന്ത് വെച്ചാൽ നിന്നെ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ അടിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഇവനെ അടിക്കത്തില്ലെന്ന് പറഞ്ഞതിന് അപ്പോൾ പറഞ്ഞു നീ എന്താടാ അടിക്കത്തില്ല എന്ന് എന്നെ 4 ചീത്ത വിളിച്ചിട്ട് ഇവർ പിന്നെ എൻ്റെ ചോദിക്കുക നീ അടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ അവസാനം ഞാൻ അടിക്കത്തില്ലെന്ന് പറഞ്ഞതിന് അതിന് എന്നെ 4-5 അടി ആ കാരണത്തിട്ട് എന്നെ കുറേ അടിച്ചിട്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു പോയി കേട്ടോ. അവനെ അടിച്ചു ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തൊട്ട് പറഞ്ഞു ഇതാന്നോടാ എൻ്റെ അടി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെയാന്നോടാ ഒരാൾ അടിക്കണ്ടേ? അപ്പോൾ ഒരു സാറ് പറഞ്ഞു ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതേപോലെ നീ അടിക്കണമെന്ന്.